നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച ഒന്ന് റെസ്റ്റ് എടുക്ക്. റോഡ്രിഗോ ഹാലൻഡിൻ്റെ പോസ്റ്റിന് താഴെ പോയിട്ട് കമൻ്റാണ്. ഞായറാഴ്ച ബ്രസീലും നോർവേയും തമ്മിൽ റൗണ്ട് ഓഫ് 16 പോരാട്ടമുണ്ട്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെയാണ് ആ കളി. ഹാലൻഡിനെ ശരിക്കും പേടിക്കണം. ഈ കാണുന്നതൊന്നുമല്ല അവൻ, ഈ കാണിക്കുന്നതുമല്ല അവൻ. ഫ്രാൻസിനെതിരെയുള്ള കളിക്ക് മുമ്പ് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, ഫ്രാൻസ് ഞങ്ങളെ തോൽപ്പിക്കും, അവർ ചിലപ്പോൾ വേൾഡ് കപ്പും എടുക്കും. ഫ്രാൻസിനെതിരെ എന്തായാലും ഹാലൻഡ് കളിച്ചിട്ടില്ല. ഇപ്പോൾ ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ചിട്ട് ബ്രസീലിനെതിരെയാണ് കളി എന്നുള്ള സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നു, ബ്രസീലിനെതിരെ നോർവേക്ക് സാധ്യതയുണ്ടോ? അവൻ പറയുന്നു വളരെ കുറഞ്ഞ സാധ്യതയുള്ളൂ. വിനിയെ പേടിയുണ്ട്. പിന്നെ പേടിക്കാതിരിക്കാൻ പറ്റുമോ, ലോകത്തെ ഏറ്റവും മികച്ച വിങ്ങറല്ലേ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ അവൻ പറയും. അവനെ നമ്പരുത്, പണി തന്നിട്ട് പോകും എർലിംഗ് ഹാലൻഡ്. 1998 ശേഷം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി നോർവേ എത്തുന്നത്. ആ വേൾഡ് കപ്പിൽ അവർ ബ്രസീലിനെതിരെ കളിച്ചിരുന്നു. ചരിത്രത്തിൽ ബ്രസീൽ ഇന്നേ വരെ നോർവേക്കെതിരെ ജയിച്ചിട്ടില്ല. 98 വേൾഡ് കപ്പ് മത്സരത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ 2-1 നോർവേ ബ്രസീലിനെ തോൽപ്പിച്ചത്. ആകെ 4 കളികളാണ് ഫ്രണ്ട്ലി മാച്ച് അടക്കം ബ്രസീലും നോർവേയും തമ്മിൽ കളിച്ചത്. അതിൽ 2 നോർവേ ജയിച്ചു, 2 സമനില. ചരിത്രം അവിടെ കിടപ്പാണ്. പിന്നെ ഹാലൻഡിനെ നമ്പരുതെന്ന് പറയാൻ കാരണം എന്താ അറിയോ, അവനെ ശരിക്കും ഭയക്കണം. അവസരം കിട്ടിയ അവൻ പന്ത് വലയിലേക്ക് എത്തിക്കും. ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ 5 ഗോളുകളായി എന്ന കാര്യം ഓർക്കണം. അത് മാത്രമല്ലെന്നേ, 53 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഹാലൻഡ് നോർവേക്കായിട്ട് 60 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ആ കണക്കൊന്ന് നോക്കണം. സാധാരണ നമ്മളിത് കാണാറുള്ളതാണ്. ഇനി അത് മാത്രമല്ല, 13 കൺസിക്യൂട്ടീവ് കോമ്പറ്റിറ്റീവ് ഗെയിമുകളിൽ അവനിപ്പോൾ തുടർച്ചയായിട്ട് അവർക്കായിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞില്ല, അവൻ ഗോൾ അടിച്ചാൽ ടീം ജയിക്കുന്നു. 16 ഗെയിംസ് അതേപോലെ ഇപ്പോൾ തുടർച്ചയായിട്ട് ജയിച്ചു വന്നിരിക്കുകയാണ്. അവൻ ഗോൾ അടിച്ച മത്സരങ്ങൾ ടീം വിജയിക്കുന്നു. കഴിഞ്ഞില്ല, ഈ വേൾഡ് കപ്പിൽ 5 ഗോളുകൾ എന്ന് പറഞ്ഞാൽ നോർവേയുടെ ചരിത്രത്തിൽ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച താരമായിട്ടും അവൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാണുന്നതല്ല അവൻ, ഈ കാണിക്കുന്നതുമല്ല. ഭയക്കണം ശരിക്കും ബ്രസീൽ ഹാലൻഡിനെ.